ഇപ്പോൾ തൃശ്ശൂർ നമുക്കറിയാം കാലവർഷം വളരെ ഗൗരവത്തിലാണെന്ന് ഇന്നലെ എനിക്ക് മനസ്സിലായി. ഇക്കുറി കാലവർഷം വളരെ മുമ്പ് തന്നെ തുടങ്ങി. പക്ഷെ അതിൻ്റെ ഒരു പ്രത്യേകത കാണുന്നത് ഈ പ്രാവശ്യത്തെ കാലവർഷം കാറ്റോട് കൂടിയതാണെന്ന് ബോധ്യപ്പെട്ടു. നമുക്കറിയാം ഇന്ന് കേരളത്തിൽ ഇന്നലെ നടന്ന പൊതുവെ കേരളത്തിന് എല്ലാ ഭാഗത്തും കാലവർഷം കെടുതി ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഞാനിത് പ്രതീക്ഷിക്കാത്തൊരു കെടുതി ഉണ്ടായ ഒരു സ്ഥലമാണ് തൃശ്ശൂർ കോർപ്പറേഷൻ്റെ സമീപ പ്രദേശത്തുണ്ടായ പെട്ടെന്നുണ്ടായ ഇതുപോലെ നമുക്കറിയാം ഇന്നലെ എല്ലാവരും കണ്ടതാണ്. ഒരു മേൽക്കൂര പറന്നു പോയി കളഞ്ഞു. ഏകദേശം 4000 കിലോ തൂക്കമുള്ള ഒരു മേൽക്കൂര കാറ്റ് അങ്ങനെ തന്നെ എടുത്തു കൊണ്ടുപോയി മറുവശത്തുള്ള ജയ ബേക്കറിക്ക് സമീപമാണ് കൊണ്ട് ഇട്ടത്. ഭാഗ്യമെന്ന് പറയട്ടെ, യാതൊരു തരത്തിലുള്ള ആളപായം ഉണ്ടാകാത്തതിൽ ഞാൻ ദൈവത്തിന് നന്ദി പറയും. കാരണം ഞാൻ ഒരിക്കലും ഇത് പ്രതീക്ഷിച്ചിട്ടില്ല, ഇങ്ങനെ ഒരു സംഭവം. കാരണം നമുക്ക് അറിയാം കാലവർഷം വരും, പക്ഷേ കാറ്റ് തൃശ്ശൂരിന് ഇത്രയധികം ഗൗരവത്തോടു കൂടി പട്ടണത്തിൻ്റെ നടുക്കിലുണ്ടായിട്ടുള്ളത് ഇതൊരു ആദ്യത്തെ അനുഭവമാണ്. കാരണം എപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന MO റോഡിനകത്താണ് ഈ സംഭവം നടന്നത്. പക്ഷേ വളരെ ഗൗരവമായി തന്നെ ഞാൻ അതിനെ കാണുന്നു. നമുക്കറിയാം ഇവിടെ 217ഓളം ബിൽഡിങ്ങുകൾ ഇന്ന് ഈ പറയുന്ന ഒരു കാരണവശാലും നിലനിർത്താൻ പറ്റാത്ത വിധത്തിൽ സ്റ്റെബിലിറ്റി സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത രീതിയിൽ നിൽക്കുന്നതുണ്ട്. പലവട്ടവും നമ്മൾ അത് ഇൻറ്റിമേഷൻ കൊടുത്താലും ഇതുവരെ അതിന് നടപടിക്രമങ്ങൾ ഒന്നും പൂർത്തീകരിക്കാത്ത സാഹചര്യത്തിൽ കോർപ്പറേഷൻ തന്നെ നേരിട്ട് ആ പ്രവൃത്തിയിൽ ഇടപെടുകയും ചട്ടമനുസരിച്ച് കൗൺസിൽ അത് പാസ്സാക്കുകയും അതിനെ 3 ഘട്ടങ്ങളായി തിരിച്ച് അടിയന്തരമായി തന്നെ അതിൻ്റെ നടപടിക്രമങ്ങൾ പുനഃസ്ഥാപിക്കാൻ വേണ്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ അപകടമുണ്ടായത്. എന്തായാലും ഇന്നലെ തന്നെ ഞാൻ സെക്രട്ടറിയെ വിളിച്ച് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അടിയന്തരമായി തന്നെ ഇന്നലെ മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്. പട്ടണത്തിനകത്തുള്ള ഇതുപോലെയുള്ള ഈ മഴക്കാലം അവസാനിക്കുന്നതിന് മുമ്പ് അപകടത്തിൽപ്പെടാവുന്ന വിധത്തിലുള്ള ഏതൊക്കെ ബിൽഡിങ്ങിൻ്റെ മുകളിൽ ഇതുപോലെ ട്രസ്സുകളും അതുപോലെ തന്നെ ഉണ്ടെങ്കിൽ അടിയന്തരമായി തന്നെ അത് എടുത്തു മാറ്റാനുള്ള നടപടി ഉണ്ടാകണം. ഇനി ഒരു അപകടം ഉണ്ടാകാതെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം കോർപ്പറേഷനുണ്ട് എന്നത് കണ്ടുകൊണ്ടാണ് ഈ പ്രവൃത്തി ചെയ്തത്. ഇനിയും ഇതുപോലെ അപകടങ്ങൾ ഉണ്ടായാൽ അതിൻ്റെ ഉത്തരവാദിത്വം ഇത് ഏത് ബിൽഡിങ്ങിൻ്റെ ആണെങ്കിൽ അവരെ ഏൽപ്പിക്കാൻ തന്നെയാണ് നമ്മുടെ തീരുമാനം. കാരണം പലരും ഇപ്പോൾ നമുക്കറിയാം എവിടെയെങ്കിലും നമ്മളൊരു ഒരു കടലാസ് നോട്ടീസ് കൊടുക്കുകയോ മറ്റ് പ്രശ്നമുണ്ടായി ഇവിടെ നിന്ന് കോടതിയിൽ പോകുന്ന ഒരു സംവിധാനം ഇന്ന് പൊതുജനങ്ങളുടെ ഉണ്ട്. അങ്ങനെ ഉണ്ടാകുകയാണെങ്കിൽ ഞങ്ങൾ കൊടുക്കുന്ന നോട്ടീസിനകത്ത് തന്നെ ഇത് പ്രത്യേകമായി എഴുതും. ഇനി അത് പൊളിച്ചു മാറ്റാത്ത വിധത്തിലാണെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം മുഴുവൻ അതിൻ്റെ ഉടമസ്ഥൻ ആയിരിക്കും എന്നും കൂടി അവസരത്തിൽ ബോധ്യപ്പെടുത്തും. ഇനി അതല്ല വളരെ അപകടത്തിൽപ്പെട്ടത് ഇതുപോലെ തന്നെ പോവുകയാണെങ്കിൽ കോടതിയിൽ തന്നെ ഞങ്ങൾ നേരിട്ട് മൊത്തമായി തൃശ്ശൂർ പട്ടണത്തിൽ കിടക്കുന്ന 217 ബിൽഡിങ്ങുകളെ കുറിച്ച് ബോധ്യപ്പെടുത്തി അതിന് എന്ത് നടപടി വേണം എന്നുള്ളത് കോടതിയിൽ തന്നെ തീരുമാനമെടുക്കാനാണ് ഞങ്ങളിപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് എന്നും കൂടി അവസരത്തിൽ നിങ്ങളെ ഓർമ്മിപ്പിക്കുക. ഇന്നലെ സംഭവിച്ചത് എന്താണെന്നാണ് പ്രാഥമികമായിട്ട് വിലയിരുത്തല്? കാരണം ആ സമയത്ത് കാറ്റ് ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ ഇത്രയും തൂക്കമുള്ള ഒരു മേൽക്കൂര അവിടെ നിന്ന് പൊന്തിച്ച് ഏകദേശം 200 മീറ്റർ അപ്പുറത്ത് കൊണ്ടുപോയി ഇടണം എന്ന് പറഞ്ഞാൽ അതല്ല എങ്കിൽ വളരെ അത് ഇടിഞ്ഞു വീണതാണെങ്കിൽ വീഴേണ്ടത് അതിൻ്റെ നേരെ ഫ്രണ്ടിലാണ്. അവിടെയാണെങ്കിൽ ഇതുപോലെ തന്നെ മോട്ടോർ സൈക്കിളുകൾ വെച്ച് ആൾക്കാർ പോയിട്ടുള്ള സ്ഥലമാണ്. പക്ഷെ അവിടെയല്ല വീണേ, അവിടെ നിന്ന് എടുത്തു കൊണ്ടുപോകുന്ന ഇട്ടതുപോലെയാണ് അത് കിടക്കുന്നത് കണ്ടത്. എന്തായാലും തൃശ്ശൂർക്കാർ ഭാഗ്യമുള്ളവരാണ്. ഒരു തരത്തിലുള്ള ആളപായം ഉണ്ടായില്ല. പക്ഷേ എടുത്തു പറയേണ്ടത് കോർപ്പറേഷൻ്റെ ഇലക്ട്രിസിറ്റി വിഭാഗവും ഫയർഫോഴ്സും അതുപോലെ തന്നെ പോലീസും ഒപ്പം ഞങ്ങളുടെ DLR തൊഴിലാളികളും വളരെ ആത്മാർത്ഥമായി പരിശ്രമിച്ച് അതിനെല്ലാം എടുത്തു മാറ്റി എന്നുള്ളതിൽ പ്രത്യേകം ഞാൻ അവരെ അഭിനന്ദിക്കുക. അങ്ങനെ ആക്ഷേപങ്ങളുണ്ടെങ്കിൽ അത് ഞാൻ ഇന്ന് വെച്ചിട്ടുണ്ട്. ഇന്ന് അത് അടിയന്തരമായിട്ട് ഏത് തരത്തിലാണ് അത് സംഭവിച്ചതെന്ന് ഞങ്ങൾ പരിശോധിക്കും. കാരണം അങ്ങനെ വരാൻ സാധ്യത വളരെ കുറവാണ്. കാരണം അങ്ങനെയാണെങ്കിൽ തന്നെ അത് അതിൻ്റെ തൊട്ട് വീഴണം. ഇത് കാറ്റെടുത്ത് കൊണ്ടുപോയിട്ടുള്ളത് അതിൻ്റെ തെളിവാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ ഇത്രയും പറന്നു പോകുമ്പോൾ കാറ്റില്ലെങ്കിൽ അത്
വീണിട്ടുള്ളത് 200 മീറ്റർ അപ്പുറത്ത്. അല്ല അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം നിരന്തരം ഇത് ആദ്യത്തെ ഒരു കാറ്റല്ല. ഒരു കാറ്റ് എന്ന് പറഞ്ഞാൽ 4000 കിലോ തൂക്കമുള്ള ഒരു സാധനത്തിനെ എടുത്തുകൊണ്ട് പോകണമെങ്കിൽ അവിടെ ഇളകി നിൽക്കണം എന്നുള്ള ഒരു പ്രശ്നമില്ല. കാരണം 4000 കിലോ തൂക്കമാണ് എന്ന് മനോരമ പോലും അതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. അതിനെ എടുത്തുകൊണ്ട് പോകണ്ടേ. ഈ അടിത്തറ ഇളകി നിൽക്കുന്നതാണ് വ്യാപാരികൾ കോർപ്പറേഷൻ ഉദ്യോഗസ്ഥരെ അറിയിച്ചു എന്ന് പറയുന്നുണ്ട്, ഇന്നലെ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും പരാതികൾ അറിയിച്ചിട്ട് നടപടി എടുക്കാത്തതാണോ എന്ന് മേയർ അല്ല എനിക്ക് ഈ അങ്ങനെ ഒരു സമയം എന്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഇതുപോലെ ഇതൊക്കെ അപകടം. ഇതിപ്പോ ബോംബ് കയ്യിൽ വെച്ച് നടക്കാൻ ആരും ഇഷ്ടപ്പെടുന്നില്ല. ഇല്ല, ആരും കോർപ്പറേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം ആരാണെങ്കിൽ അത് ഞങ്ങൾ അന്വേഷിക്കും. പക്ഷെ അങ്ങനെ ഒരു പരാതി എന്റെ അറിവിലില്ല. ഈ നഗരത്തിലുള്ള മിക്കവാറും അപകടാവസ്ഥയുള്ള കെട്ടിടങ്ങളൊക്കെ നമ്മൾ പരിശോധിച്ചു. എന്തുകൊണ്ടാണ് കോർപ്പറേഷന്റെ കെട്ടിടം പരിശോധിച്ചില്ലേ? അപ്പൊ അല്ല, ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇതിപ്പോ നമ്മൾ ആ കെട്ടിടത്തിന്റെ ബലക്ഷയം നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള കെട്ടിടത്തിന്റെ ബലക്ഷയമാണ്, ആ സ്റ്റെബിലിറ്റിയാണ്. പക്ഷെ ഇതുപോലെയുള്ള മേൽക്കൂരകളുടെ സ്റ്റെബിലിറ്റി നമ്മൾ ഇനി നോക്കും. കാരണം മഴ വരുന്നു, ഇതിങ്ങനെ സംഭവിച്ചു. സ്വതവേ നോക്കുന്നത് ആ ബിൽഡിങ്ങിന്റെ സ്റ്റെബിലിറ്റിയാണ്. ഇവർ പലരും ഇത് സ്ഥാപിച്ചിരിക്കുന്നത് നമ്മളോട് ആവശ്യപ്പെട്ടിട്ടോ ചോദിച്ചിട്ടോ അല്ല. അവര് അത് വെക്കുന്നു. പക്ഷെ അത് നമ്മളോട് ആവശ്യപ്പെട്ടിട്ടോ അല്ലെങ്കിൽ നമുക്ക് സാങ്ഷൻ മേടിച്ചിട്ടൊന്നും അല്ല ഇത് ചെയ്യുന്നത് പൊതുവെ. അപ്പം അതുകൊണ്ട് അത് നിർബന്ധമായിട്ടും പരിശോധിക്കും. കാരണം ഈ മഴക്കാലം കാറ്റോട് കൂടിയ മഴക്കാലമാണ് വരുന്നത് എന്ന് ബോധ്യപ്പെടുത്തുകയും അടിയന്തരമായി അവരത് വെച്ചിട്ടുണ്ടെങ്കിൽ ആർക്കൊക്കെയാണെങ്കിൽ പരിശോധിക്കും. ഈ അപകടത്തെക്കുറിച്ച് നമ്മളൊരു ടീം നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് ഈ പറയുന്ന സൂപ്രണ്ട് എഞ്ചിനീയർ അടക്കം ഒരു ടീം ഉണ്ടാക്കണം. ആ ടീമിനെ ഇത് ചുമതലപ്പെടുത്തും. അവരുടെ പണി അടിയന്തരമായി എ അടക്കം അല്ലെങ്കിൽ AXI അടക്കം ഉള്ള ഒരു ടീമിനെ ഉണ്ടാക്കി എന്താണ് ഇതിന്റെ കാരണമെന്നും സ്വന്തം നമ്മുടെ അവിടെ ഉണ്ടായ ഇതിന്റെ കാരണവും ഇനി ഇതുപോലെ സിറ്റിക്കകത്ത് നിൽക്കുന്ന ബിൽഡിങ്ങുകളുടെ സ്ഥിതി പരിശോധിക്കാനും നമ്മുടെ ഒരു ടീം മുന്നോട്ട് പോകും. ഈ നമ്മൾ ലോകത്തിന്റെ മുഴുവൻ പ്രതിസന്ധികളും പ്രശ്നങ്ങളും പരിഹരിക്കുന്ന കൂട്ടത്തിൽ നമ്മുടെ സ്വന്തം മടയിലുണ്ടായ ഒരു പ്രതിസന്ധിയാണിത്. അതെ. അപ്പൊ അത് നമ്മുടെ കണ്ണിലെ കരടെടുത്തിട്ട് വേണ്ടി നമ്മൾ ലോകത്തിന്റെ പോരെടുക്കാൻ പോകാൻ നമ്മൾ നമ്മുടേതായ കരട് തന്നെയാണ് ആദ്യം എടുക്കേണ്ടത്. പക്ഷെ അതിനൊരു കാര്യം മനസ്സിലാക്കണം, നമ്മളെക്കാൾ കുഴപ്പമുള്ളത് അപ്പുറത്തുണ്ട്. അപ്പം നമ്മളിത് 3 ഡിവിഷനായിട്ട് തിരിച്ചു വെച്ചിട്ടുണ്ട്. ഒരു ബിൽഡിങ്ങുകളും നമ്മൾ ഇതുപോലെ തന്നെ തൃശ്ശൂർ പട്ടണത്തിൽ ഇടിഞ്ഞു വീഴാവുന്ന തരത്തിലുള്ള നിലനിർത്താൻ എനിക്കും താല്പര്യമില്ല. ഇതൊരു ഡെമോക്രാറ്റിക്കാണ്. നമ്മൾ മനസ്സിലാക്കുക, ജനാധിപത്യ ഇന്ത്യയിൽ ഒരു പ്രവൃത്തിയെ തൊടുമ്പോൾ ഇന്ന് നേരെ കോടതിയിൽ പോയി കഴിഞ്ഞു. കോടതി ഉടൻ തന്നെ അവർക്ക് സ്റ്റേ കൊടുത്താൽ നമുക്ക് ആ സ്റ്റേ വെക്കറ്റ് ചെയ്യുന്നത് വരെ കാത്തിരിക്കേണ്ട ഒരു ഗതികേട് കൂടിയുണ്ട്. ഇങ്ങനെയുള്ള തീരുമാനങ്ങളിൽ ജുഡീഷ്യറി ഇടപെടുമ്പോൾ അത് പരിശോധിക്കാൻ, അതല്ലെങ്കിൽ കോർപ്പറേഷനെ കൂടി ഇംഗീതം അറിയണം, അല്ലെങ്കിൽ കോർപ്പറേഷനെ വിളിച്ചു വരുത്തി അവരെ കൂടെ ഹിയറിംഗ് നടത്തുന്ന പണ്ട് കാലത്തുണ്ടായിരുന്നത് നടപ്പിലാക്കണം. കാരണം ഞങ്ങൾ അറിയുന്നില്ല, അവരിന്ന് സ്റ്റേ കൊടുത്തിട്ട് വന്നതിന് ശേഷമാണ് ഞങ്ങൾ അറിയുന്നത്. നേരെ മറിച്ച് കോർപ്പറേഷനെ ഹിയറിംഗിന് വിളിക്കണം. ഇതുപോലെയുള്ള സംരംഭം തൃശ്ശൂർ പട്ടണത്തെ സംബന്ധിച്ച് വളരെ പഴക്കം ചെന്ന ബിൽഡിങ്ങുകളാണ് എല്ലാം നിൽക്കുന്നത്. അത് ജുഡീഷ്യറിയും കൂടി ഇടപെട്ട് അവർക്ക് ബോധ്യപ്പെടുത്തിക്കൊണ്ട് നടപ്പിലാക്കണം തന്നെയാണ് ഞങ്ങളുടെ ആവശ്യം. പക്ഷെ നടപ്പിലാക്കുമ്പോൾ ഇതുപോലെയുള്ള ചില ബുദ്ധിമുട്ടുകൾ ജുഡീഷ്യറിയുടെ ഭാഗത്തുനിന്നും വരുന്നുണ്ട്. ഈ ഇന്നലെ ഉണ്ടായ അപകടത്തിലെ പ്രത്യേകിച്ച് അതിലൊരു ഉദ്യോഗസ്ഥ വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഈ പറയുന്ന ഉദ്യോഗസ്ഥരെ തന്നെ വെച്ച് അന്വേഷണത്തിന് ചുമതലയേൽപ്പിച്ചാൽ അത് എങ്ങനെ ഫലം കാണുന്നേരെ അല്ല, ഞാൻ ആദ്യം തന്നെ മനസ്സിലാക്കുന്നത് ആ ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്ന വ്യവസ്ഥയിലേക്ക് നമ്മൾ ആദ്യം തന്നെ ഞാൻ എൻ്റെ ഉദ്യോഗസ്ഥന്മാരെ വെച്ചിട്ട് വേണ്ടേ ഇത് അന്വേഷിക്കാൻ. കാരണം എൻ്റെ സൂപ്രണ്ട് എഞ്ചിനീയർ ഉണ്ട്, വലിയ വലിയ പ്രവൃത്തികൾ നടത്തുന്നവരാണ്. അവർക്ക് ഇതിനകത്തൊന്നും ഒഴിച്ചുകൂടാൻ പറ്റൂല. കാരണം ആ ഒരു പ്രവൃത്തി അത്ര വലുതാണ്. കാരണം ഒരു പ്രദേശത്തെ ജനങ്ങൾക്കുണ്ടായ അപകടത്തിൽ നിന്നും രക്ഷപ്പെടുത്തി ഇത്രയും വലിയ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ആദ്യം അന്വേഷിക്കേണ്ടത് ഞങ്ങളുടെ എഞ്ചിനീയർമാരും. കാരണം ഈ ഞങ്ങളുടെ അങ്ങനെ ഒരു വിങ് നമുക്കുണ്ട്. അവരെ കൂട്ടത് അന്വേഷിപ്പിച്ചതിന് ശേഷം മാത്രം പോരെ എനിക്കതിനകത്ത് തൃപ്തികരമല്ലെങ്കിൽ മറ്റു തരത്തിലും നമ്മൾ ആരായും.